ഏതാ ആവശ്യം വന്നാൽ ഇറങ്ങാൻ ഇതില് ഞാൻ കുറുക്കി കണ്ണടച്ച് ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഫാമിലി ട്രിപ്പിൻ്റെ വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഗോഗോലാൻഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു അവധി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവധി ദിവസം ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഒരു സ്ഥലമാണെന്ന് വേണം പറയാൻ. കാരണം വലിയവർക്ക് നല്ല രീതിയിൽ ബോറടിക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വാശി പിടിച്ച് ഇങ്ങനെ വണ്ടിയിൽ എവിടെയെങ്കിലും പോകണം എന്ന് പറയുന്ന അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കളിക്കാനും കാര്യങ്ങളും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എൻട്രി വേ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, ഞാൻ കുറച്ച് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ വീഡിയോ ഇടും എന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ബോട്ടിൽ നമ്മളെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വിടും. അവിടുന്ന് നമ്മൾ കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ആ കുറച്ച് ഏരിയയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല പ്രകൃതി ഒരു ആസ്വദിക്കുന്നവർക്കൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് കുറച്ച് ഒരു സ്വല്പമേ നടക്കാൻ ദൂരമുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത്. അകത്ത് ചെല്ലുമ്പോൾ തന്നെ കുറച്ച് കളിക്കുന്ന ആ ഒരു ഏരിയയും സ്വിമ്മിംഗ് പൂളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ ഒരു റേറ്റിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ഥലം ചൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഹാപ്പി ലാൻഡും അവിടെയൊക്കെ കുറച്ചുകൂടെ കളിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫുഡൊക്കെ നല്ലതായിരുന്നു. ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നും. പിന്നെ വൈകുന്നേരം ചായയും സ്നാക്സും ഒക്കെ എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 1500 സംതിങ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കളിക്കാൻ വേണ്ടി. ഇങ്ങനെ ഇതേപോലെ സ്പേസിൽ ക്രിക്കറ്റ് കളിക്കാനും ബോളും കാര്യങ്ങളും ബാറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും കേട്ടോ. കാരണം മെയിനായിട്ടും സ്വിമ്മിംഗ് പൂളാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടം. കാരണം അവിടെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ തന്നെയാണ് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവധി ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ടീച്ചേഴ്സ് അങ്ങനെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യോഗ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ അങ്ങനെ കുറച്ച് പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലെ മാക്സിമം റൈഡിലൊക്കെ മക്കൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ എൻ്റെ ഇളയ മോൻ ഒരു 3-4 വട്ടം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മളായിട്ട് തന്നെ അത് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡാൻസ് കളിക്കാനും എന്താ പറയുക കുറച്ച് ഏരിയ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ റെയിൻ ഡാൻസും കാര്യങ്ങളൊക്കെ അതിന് സമയമുണ്ട് കേട്ടോ. ഈ റെയിൻ ഡാൻസിന് അരമണിക്കൂർ വെച്ചിട്ടാണ് അവരങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പറ്റിയ ഒരിടം എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തേക്ക് പോകാൻ നമുക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.